പ്രമേഹ രോഗ പരിപാടിയായ ഡോക്ടർ ജെകെസ് ഡയബിറ്റോക്സിലെ 26-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ജയകുമാർ ബി വെള്ളനാട്. സ്ട്രോക്ക് അഥവാ സെറിബ്രോ വാസ്കുലർ ആക്സിഡന്റ് ആണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. Dad, are you okay? You're slurring. Why are you slurring? Raise your arms up in the air for me. Dad, are you okay? Gracie, call 911. Honey? Oh, Dad! Tim! I need an ambulance to 7th floor Tim! avenue. Tim, look at me, Wait, Gracie. Mom. Tell them to hurry. Tim, look at me. Look at me, Tim. Mom, what do I tell I don't know. I think he's having a stroke. I think my dad is having a stroke. Tim, what's going on, baby? My husband. He. I think he's cold. Are you cold, honey? Are you cold? Okay. Gracie. See, Gracie's gonna come, sweetheart. We're just gonna go. We're just gonna go in the ambulance right now. We're gonna go to the hospital. Okay? Okay. Huh? I'm right here. I'm right here. Gracie, meet us there. I'm right here. I'm right here. Okay. Okay, here we go. You just stay right here. You just stay and breathe. Just breathe. Tim? Tim? സ്ട്രോക്കിനെ പക്ഷാഘാതമെന്നും മസ്തിഷ്കാഘാതമെന്നും പറയപ്പെടുന്നു. ഹാർട്ട് അറ്റാക്കിൽ ഹാർട്ടിനുണ്ടാകുന്നത് പോലെ രക്തഓട്ടം കുറയുമ്പോൾ തലച്ചോറിന് സംഭവിക്കുന്ന ആഘാതം തന്നെയാണിത്. സ്ട്രോക്കിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയണ്ടേ? പ്രമേഹമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യത 2 ഇരട്ടിയാണ്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാൽ ഇന്ന് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്നതിന് കാരണവും സ്ട്രോക്കാണ്. സ്ട്രോക്ക് വരുന്നതിൽ 50% പേർക്കും സ്ഥായിയായ വൈകല്യം സംഭവിക്കുന്നു. സ്ട്രോക്ക് എന്താണെന്ന് നോക്കാം. പല കാരണങ്ങളാൽ പെട്ടെന്ന് തലച്ചോറിന്റെ രക്തയോട്ടം തടസ്സപ്പെടുമ്പോൾ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ നാഡീ കോശങ്ങൾക്ക് രക്തം കിട്ടാതെ അതിന്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നതിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതിന്റെ ഫലമായി ശരീരത്തിന്റെ ഒരു വശം പൂർണ്ണമായോ ഭാഗികമായോ തളർന്നു പോകും. അതുകൊണ്ടാണ് സ്ട്രോക്കിനെ പക്ഷാഘാതമെന്ന് പറയപ്പെടുന്നത്. സ്ട്രോക്ക് 2 തരം കാരണങ്ങളാലാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഇസ്കീമിക് സ്ട്രോക്ക് 85% കേസുകളും. 2 ഹെമറാജിക് സ്ട്രോക്ക്, ഇത് 15% കേസുകൾ. ഇസ്കീമിക് സ്ട്രോക്ക് എന്നത് രക്തക്കുഴലിനുള്ളിൽ ക്ലോട്ട് എന്ന രക്തക്കെട്ട അടഞ്ഞ് രക്തക്കുഴൽ തടസ്സപ്പെടുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. ഹെമറാജിക് സ്ട്രോക്ക് ആണ് രണ്ടാമത്തേത്. ഇവിടെ രക്തക്കുഴലുകൾ പൊട്ടി തലച്ചോറിനുള്ളിലേക്ക് പടരുന്നു. രക്തസ്രാവം മൂലവും അത് നാഡീകോശങ്ങൾക്കുണ്ടാവുന്ന സമ്മർദ്ദം മൂലവുമാണ് ഇവിടെ സ്ട്രോക്ക് സംഭവിക്കുന്നത്. ആർക്കൊക്കെ സ്ട്രോക്ക് വരുമെന്ന് നോക്കാം. അതായത് റിസ്ക് ഫാക്ടേഴ്സ്. പ്രമേഹം, ഹൈ BP, കൊളസ്ട്രോൾ ഇവ നിയന്ത്രിക്കാത്തവർക്കാണ് വരാനുള്ള സാധ്യത കൂടുതൽ. പ്രമേഹത്തിൽ തുടരെ രക്തത്തിലെ പഞ്ചസാരയുടെ നില അധികമായി നിൽക്കുമ്പോൾ തലച്ചോറിനുള്ളിലെ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ഘടനാ വ്യതിയാനം മൂലം രക്തം കട്ടപിടിക്കാനുള്ള സാധ്യത കൂടുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഒബിസിറ്റി, സെഡൻഡറി ഹാബിറ്റ്സ്, പുകവലി, മദ്യപാനം ഇവ സ്ട്രോക്കിന് കാരണമാകുന്നു. സ്ട്രോക്കിന്റെ 5 ലക്ഷണങ്ങൾ എന്താണെന്ന് നോക്കാം. സാധാരണക്കാർക്ക് പോലും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു അക്രോണിം പറയാം. BEFAST, അതായത് ബി ഫാസ്റ്റ് ഓർത്ത് വയ്ക്കണം. ഇവിടെ 1 ബി ഫോർ ബാലൻസ്. ബാലൻസ് നഷ്ടപ്പെടും. നടക്കാൻ ശ്രമിച്ചാൽ ഒരു വശത്തേക്ക് വീഴും. 2 ഇ ഫോർ ഐസ്, അതായത് കാഴ്ച മങ്ങൽ സംഭവിക്കാം. 3 എഫ് ഫോർ ഫേസ്, മുഖം ഒരു വശത്തേക്ക് കോടും. പ്രകടമായില്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ പറയുക, അപ്പോൾ വ്യക്തമാകും. 4 എ ഫോർ ആം, ഒരു വശത്തെ കൈയും കാലും തളർന്നു പോകും. കൈ നീട്ടാൻ പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത വശത്തേക്ക് കൈ മാത്രം നീട്ടും. 5 എസ് ഫോർ സ്പീച്ച്,
പേര് ചോദിച്ചാൽ പറയാൻ കഴിയില്ല, ഒന്നുകിൽ സ്ലർഡ് സ്പീച്ച് അഥവാ കുഴഞ്ഞു പോകുക, അല്ലെങ്കിൽ അഫേസ്യ പൂർണ്ണമായും സംസാരശേഷി നഷ്ടപ്പെടുക. അടുത്തത് ടി ഫോർ ടൈം. ഇവിടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ബി ഫാസ്റ്റ് എന്ന് പറഞ്ഞത്. 1.5 മണിക്കൂറിനുള്ളിൽ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയിൽ എത്തിക്കണം. കാരണം തലച്ചോറിലെ നാഡീകോശങ്ങൾ വളരെ സെൻസിറ്റീവാണ്. രക്തത്തിലൂടെ ഓക്സിജനും പോഷകങ്ങളും കിട്ടാതെ ആയാൽ അവ മിനിറ്റുകൾക്കുള്ളിൽ നശിച്ചു പോകും. ന്യൂറോൺസ് ഒരിക്കൽ നശിച്ചാൽ അതിനെ പുനർജീവിപ്പിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ചികിത്സ വൈകിയാൽ മരണമോ സ്ഥായിയായ വൈകല്യമോ സംഭവിക്കാം. അതായത് ബി ഫാസ്റ്റ് എന്ന് മറക്കരുത്. ഓർമ്മശക്തി കുറഞ്ഞ് അല്പബോധാവസ്ഥയിലോ അബോധാവസ്ഥയിലോ ആണ് കാണപ്പെടുന്നത് മിക്കവാറും. അങ്ങനെയുള്ളവരിൽ ഈ ലക്ഷണം തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും. സ്ട്രോക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്ന് നോക്കാം. മേൽപ്പറഞ്ഞ ബി ഫാസ്റ്റിലെ ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ECG തുടങ്ങിയ ബേസിക് ഇൻവെസ്റ്റിഗേഷൻസിനോടൊപ്പം അടിയന്തരമായി നോൺ കോൺട്രാസ്റ്റ് CT സ്കാൻ എടുത്ത് അത് ക്ലോട്ടാണോ ഹെമറേജ് ആണോ എന്ന് മനസ്സിലാക്കാം. ആവശ്യകത അനുസരിച്ച് MRI സ്റ്റഡി, ആൻജിയോഗ്രാഫി, പെർഫ്യൂഷൻ സ്റ്റഡി മുതലായവയും വേണ്ടിവരും. സ്ട്രോക്കിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ന്യൂറോളജി ICUവിൽ അഡ്മിറ്റ് ചെയ്ത് സ്റ്റെബിലൈസ് ചെയ്ത ശേഷം ഇസ്കീമിക് സ്ട്രോക്ക് ആണെങ്കിൽ ത്രോംബോലൈസ് അഥവാ ക്ലോട്ട് അലിയാനുള്ള TPA ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ വിഭാഗത്തിൽപ്പെടുന്ന ആർട്ടിപ്രൈസ്, ടിനെക്റ്റിപ്ലൈസ് തുടങ്ങിയ ഇഞ്ചക്ഷൻ കൊടുക്കണം. 4.5 മണിക്കൂറിനുള്ളിൽ ഇത് ചെയ്താലേ ഫലപ്രദമാവുകയുള്ളൂ. ഈ ഇഞ്ചക്ഷനിൽ ക്ലോട്ട് അലിഞ്ഞില്ലെങ്കിലോ ക്ലോട്ടിന്റെ സൈസ് വലുതാണെങ്കിലോ മെക്കാനിക്കൽ ത്രോംബക്ടമി, അതായത് രക്തക്കുഴലിലൂടെ ഒരു ട്യൂബ് കയറ്റി ക്ലോട്ട് വലിച്ചെടുക്കുന്ന പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. ക്ലോട്ട് മാറുമ്പോൾ തന്നെ ലക്ഷണങ്ങൾ കുറഞ്ഞു തുടങ്ങും. ഇനി ഹെമറേജിക് സ്ട്രോക്കിന്റെ ചികിത്സ എന്താണെന്ന് നോക്കാം. ഇവിടെ രക്തക്കുഴൽ പൊട്ടുന്നതിന്റെ കാരണം BP കൂടുന്നതോ അന്യൂറിസം എന്ന രക്തക്കുഴലിൽ കുമിള പോലെ വീർത്ത് ഭിത്തിയുടെ കനം കുറഞ്ഞ് പൊട്ടുന്ന അവസ്ഥയോ അല്ലെങ്കിൽ AV മാൽഫോർമേഷൻ മുതലായ ജന്മന ഉള്ള കാരണങ്ങളോ ആകാം. അന്യൂറിസം ആണെങ്കിൽ കോയിലിംഗ് അല്ലെങ്കിൽ ക്ലിപ്പിംഗ് എന്ന പ്രൊസീജിയർ ചെയ്യേണ്ടി വരും. CT, MRI മുതലായ ഇമേജിങ്ങിലൂടെ ബ്ലീഡിങ്ങിന്റെ വ്യാപ്തിയും അതിന്റെ മർദ്ദം മൂലമുള്ള തലച്ചോറിലെ മാറ്റവും നിരീക്ഷിച്ച് ആവശ്യമെങ്കിൽ ക്രാനിയോട്ടമി ചെയ്ത് ഡീകംപ്രഷൻ ചെയ്യേണ്ടി വരും. സ്ട്രോക്കിൽ ഫിസിയോതെറാപ്പി എപ്പോൾ തുടങ്ങണം എന്ന് നോക്കാം. ഏർലിയർ ദ ബെറ്റർ അപ്രോച്ച് ആണ് നഷ്ടപ്പെട്ടു പോയ മസിൽസിന്റെ ശക്തി വീണ്ടെടുക്കുവാൻ വേണ്ടത്. ഇസ്കീമിക് സ്ട്രോക്കിൽ 24 മുതൽ 48 മണിക്കൂറിൽ തുടങ്ങണം. ഹെമറാജിക് സ്ട്രോക്കിൽ പേഷ്യന്റ് സ്റ്റേബിൾ ആയാൽ ഉടനെ തന്നെ തുടങ്ങാം. ഇനി സ്ട്രോക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രമേഹത്തെ നിയന്ത്രിച്ച് HbA1c 7 താഴെ നിർത്തുക. BP, കൊളസ്ട്രോൾ, പൊണ്ണത്തടി മുതലായവ നിയന്ത്രിക്കുക. പുകവലി, മദ്യപാനം ഇവ ഉപേക്ഷിക്കുക. ശരിയായ ഡയറ്റും വ്യായാമവും. പിന്നെ സ്ട്രെസ് പരമാവധി കുറയ്ക്കുക. സ്ട്രോക്കിന്റെ ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് എല്ലാവരും ചോദിക്കും. ആസ്പിരിൻ ഉൾപ്പെടെ ഒരു മരുന്നും കൊടുക്കരുത്. ബോധമുണ്ടെങ്കിൽ പരമാവധി ആശ്വസിപ്പിക്കുക. അബോധാവസ്ഥയിലോ അല്പബോധാവസ്ഥയിലോ ആണെങ്കിൽ വായിലൂടെ വെള്ളമോ മറ്റോ കൊടുത്താൽ അത് ആസ്പിറേഷന് കാരണമാകും. ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ തല താഴ്ത്തി ചരിച്ച് ശരിയായി ശ്വസനം ഉറപ്പാക്കുക. ഗോൾഡൻ പീരീഡ്, അതായത് 1-1.5 മണിക്കൂറിനുള്ളിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാകുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് യഥാർത്ഥ ഫസ്റ്റ് എയ്ഡ്. അത് മറക്കരുത്. സ്ട്രോക്ക് മിമിക്സ് എന്നറിയപ്പെടുന്ന ഹൈപ്പോഗ്ലൈസീമിയ പക്ഷാഘാതം പോലെ തോന്നാം. ഇവിടെ പഞ്ചസാര പോലെയുള്ള മധുരം ഉള്ള ഏതെങ്കിലും കൊടുത്താൽ നോർമലാകും. ഇപ്രകാരം ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വൈകല്യമോ മരണമോ ഇടയാക്കുന്ന ഈ സ്ട്രോക്കിനെ സമയത്ത് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും ശ്രദ്ധിക്കുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ എപ്പിസോഡ്
ഇവിടെ അവസാനിപ്പിക്കുന്നു. Dad? How you feeling? I'm fine. Well, you've had a stroke. But because you got here quickly, you're looking at a full recovery. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഈ വിലപ്പെട്ട അറിവുകൾ പകർന്നു നൽകുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രമേഹത്തിലെ മറ്റൊരു സങ്കീർണതയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.